ഇതെന്നാ പണിയാടാ സണ്ണി? കരഞ്ഞ് കാല് പിടിക്കാൻ ഇയാൾ ആരാടാ? ഏറ്റുമാനൂർ തേവര. എണീക്കടാ സണ്ണി. ഇല്ല ചായ, കയ്യിൽ ഈ കാശില്ലാതെ ഞാൻ തിരിച്ചു തന്നാൽ എന്റെ പെങ്ങള് നിറഞ്ഞ വയറും വെച്ചോണ്ട് അവള് വല്ലതും ചെയ്ത് ചത്തുകളയും. ഉറപ്പായിരിക്കും. ചായ, ഇയാളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കും ചായ, പ്ലീസ്. நிறுத்துறா. தங்கச்சி வரதட்சணை தற்கொலை இன்ன நாடகம் ஆடுற திருட்டு ராஸ்கல். എന്റെ പൊന്ന് തേവരെ അങ്ങനെ പറയല്ലേ. അയ്യോ പ്ലീസ്, അയ്യോ തേവരയാ പ്ലീസ്. അയ്യോ ചായ, കൈയെടുക്കണ അവനെ മേത്തോന്ന്. എടാ അവനെ വിടാൻ. മുത്തു മാറി ഗണേശ പശുപതി എല്ലാം ഓടി വാങ്ങണം. அங்கேயே நிக்கணும், யாரும் அசையக்கூடாது. என்ன ஆம்பளை சிங்கம், வீரபாண்டி தேவர் ஏரியாவிலேயே வந்து விளையாட்டு காட்டுறியா? திருப்பி ஊருக்கு எப்படி போனோம்? முழுசா போனோமா இல்ல 2 துண்டா பார்சல் பண்ணி அனுப்பிட்டோமா? എവനെയും കെട്ടിയെടുത്തോണ്ട് ചാക്കോച്ചി തന്റെ ഈ ആണ്ടിപ്പെട്ടി വരെ വന്നതേ അത് തിരിച്ചു പോകാൻ തന്നെ. തിരിച്ചു പോകാന്നുള്ള ചങ്കറപ്പുള്ളോണ്ടാ. എന്നാ കാണണോ? പക്ഷേ ഇനി അത് തീരുമാനിച്ച കാര്യം തന്നെ. തന്നോട് 4 വർത്താനം കൂടെ പറഞ്ഞിട്ടേ തിരിച്ചു പോണുള്ളൂ ചാക്കോച്ചി. അയ്യാ കേട്ടോ, ആരും പറയുന്നതിനിടയ്ക്ക് വിരൽ തള്ളിക്കെടുത്തോളെ. കെട്ടിച്ചയച്ച പെങ്ങള് കൊച്ചിനെയും വയറ്റിലിട്ടോണ്ട് ചത്ത് കളയുമെന്ന് അവൻ ദണ്ണപ്പെട്ടപ്പോ ആണ്ടിപ്പെട്ടി വീരപാണ്ഡി തേവർക്ക് പുച്ഛം, പരിഹാസം, വരദക്ഷിണ, തങ്കച്ചി, തിരുട്ട് റാസ്കൽ, എന്നിട്ട് തൂന്ന് നീട്ടിയൊരു തുപ്പും. അങ്ങനെ നിന്നിച്ച് തുപ്പരുത് തേവരെ, തുപ്പി പഠിക്കരുത്. യവനെ പോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പണ്ട് നിങ്ങൾക്കും. അന്ന് കഴുത്തെ മിന്നു കെട്ടാൻ വാക്കുറപ്പിച്ചവൻ പെൺപണത്തിന്റെ കണക്ക് പറഞ്ഞ് വാക്ക് തെറ്റിച്ച് നാട് വിട്ടപ്പോ 4 മാസം ഗർഭം വയറ്റിലിട്ടോണ്ട് തലവഴി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ചത്ത ഒരു തങ്കച്ചി നിങ്ങൾക്കുണ്ടായിരുന്നു. സ്മരണയുണ്ടോ തേവർക്ക്? തങ്കച്ചിയുടെ ഉയിരും മാനവും കെടുത്തി ഊര് വിട്ടു പോയവനെ പുറകെ ചെന്ന് തേടിപ്പിടിച്ച് വേലൻ താവളത്തിലിട്ട് കുത്തി മലത്തിയിട്ട് ആണ്ടിപ്പെട്ടിക്കാരൻ വെറും വീരപാണ്ഡി ഹൈറേഞ്ചിലോട്ട് കാട് കയറിയപ്പോ അന്ന് അയാളെ കൊലക്കയറിന് വിട്ടുകൊടുക്കാതെ രക്ഷിച്ചു പിടിച്ചത് കാട്ടിലൊരു പഴയ വാറ്റുകാരനാ, കള്ളവാറ്റുകാരൻ. വല്ല സ്മരണയുണ്ടോ വീരപാണ്ഡി തേവരെ? മലമ്പനി പിടിച്ച് ചാകാറായ നിങ്ങളെയും തോളെ ചുമന്ന് പോലീസിന്റെ കണ്ണും വെട്ടിച്ച് കാറ്റത്തും മഴയത്തും കാട്ടിലൂടെ 10 ദിവസം അലഞ്ഞതിന്റെ കഥകൾ എന്റെ അപ്പച്ചന്റെ മടി കിടന്ന് കേൾക്കുമ്പോ കുഞ്ഞുനാളിൽ ഈ ചാക്കോച്ചിയുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ട് തേവരെ. സ്മരണ വേണം, സ്മരണ. இதெல்லாம் முதல்லயே சொல்லல. ஆனக்காட்டில் ஈப்பச்சனோட புள்ளேன்னு ஏன் சொல்லல? ரெட்டை சங்குள்ள சாக்கோச்சனை ஏன் சொல்லல? டேய், இவங்க அப்ப எனக்கு கடவுள் மாறுறா. என் உயிரை காப்பாத்துறோண்டா. കാപ്പാത്ത് കോപ്പ്. ഇനി ഇവിടെ ആർക്കും ഇയാളുടെ സ്പിരിറ്റും വേണ്ട, ഒരു പൂക്കച്ചവളം വേണ്ട. വാശി പിടിക്കരുത്, തേവരിന് വെറുതെ സ്പിരിറ്റ്. ഇത്രയും വർത്താനവും പറഞ്ഞിട്ട് ഇനി എന്റെ അപ്പം വന്ന് പറയണല്ലോ. നടക്കടാ. தெரியும் கண்ணா, ஆனக்காட்டில் ஈப்பச்சம் புள்ளனா இப்படித்தான் ரோஷக்காரனா இருக்கணும், இப்படித்தான் ஆம்பளையா இருக்கணும். உன்ன மாதிரி கையெடுக்க தேவரே. டேய், எப்ப நீ என் வீட்டுக்கு வந்துட்டியோ என் புள்ள மாதிரிடா. நான் சொல்றபடிதான் கேட்கணும். என் பர்மிஷன் இல்லாம இந்த வீட்டை விட்டு போக கூடாது. இது വലിയ കുരിശായല്ലോ. டேய் டேய் கண்ணா, தேவைப்பட்ட அளவுக்கு ஸ்பிரிட் எடுத்துக்கடா. எடுத்துக்கிட்டு போவேல்ல? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ஓ வேணாமா? டேய், எங்கடா அந்த பிளடி கணக்கு பிள்ளை? ஐயா, நான் இங்க இருக்கேன் ஐயா. டேய், என்னுடைய ஹெவி லைசென்ஸ் ரினியூ பண்ணி வச்சிருக்கல? ஆமாங்க ஐயா. நானே ஸ்பிரிட் லோடு ஏத்தி நானே லாரி